റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് അമേരിക്കൻ ഉപരോധം. റഷ്യൻ ക്രൂഡ് ഓയിൽ കമ്പനികൾക്കും ചരക്ക് കപ്പലുകൾക്കും ഏർപ്പെടുത്തിയ പുതിയ ഉപരോധം ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തെ വലിയ തോതിൽ ബാധിച്ചേക്കുമെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ റിഫൈനറികൾ ക്രൂഡ് ഓയിലിനായി ബദൽ നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2022 റഷ്യൻ യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 2% താഴെ മാത്രമായിരുന്നു. എന്നാൽ യുക്രൈൻ അധിനിവേശത്തോടെ സാഹചര്യം കീഴ്മേൽ മറിഞ്ഞു. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യ വലിയ വിലക്കിഴിവിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാൻ തീരുമാനിച്ചു. അവസരം മുതലെടുത്ത പൊതുമേഖലാ റിഫൈനറികൾ അടക്കം റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. ഇതോടെ പരമ്പരാഗത വ്യാപാര പങ്കാളികളായ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി മാറി. ഒരു ഘട്ടത്തിൽ രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 40%-ലേറെയും റഷ്യയിൽ നിന്നായിരുന്നു. അടുത്ത കാലത്തായി ഇളവുകളിൽ കുറവ് വന്നതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറവ് നേരിട്ട് തുടങ്ങിയിരുന്നു. ഈ പ്രവണത തുടരുന്നതിനിടയിലാണ് ഗാസ്പ്രോം നെഫ്റ്റ്, സർഗത്ത് നെഫ്റ്റി ഗ്യാസ് തുടങ്ങിയ റഷ്യൻ എണ്ണ ഉൽപാദകർക്കും റഷ്യൻ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 183 കപ്പലുകൾക്കുമെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നത്. അമേരിക്കൻ ഉപരോധം ചൈനയിലേക്കും ഇന്ത്യയിലേക്കുമുള്ള റഷ്യൻ എണ്ണയുടെ ഒഴുക്കിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. ഈ സാഹചര്യത്തിൽ അറബ് രാഷ്ട്രങ്ങൾ അമേരിക്ക, ഗയാന, ബ്രസീൽ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ക്രൂഡ് ഓയിലിനായി കൂടുതൽ ആശ്രയിക്കുമെന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ അരവിന്ദ് സിംഗ് സാന്നിയെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഓയിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുമായുള്ള ടേം സപ്ലൈ കരാറുകൾ പാലിക്കുന്നത് തുടരുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകളുണ്ട്. എല്ലാ രാജ്യങ്ങളുമായും മികച്ച രീതിയിൽ സഹകരണവും വേണ്ടത്ര ഭൗമരാഷ്ട്രീയവും വാണിജ്യപരവുമായ സഖ്യങ്ങളും ഇന്ത്യക്കുണ്ട്. അതിനാൽ ക്രൂഡ് ഓയിൽ വിതരണത്തിൽ പ്രതിസന്ധികളില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന അസംസ്കൃത വിതരണ സ്രോതസ്സുകൾ കാരണം റഷ്യയ്ക്കുമേലുള്ള അമേരിക്കൻ ഉപരോധം ഇന്ത്യയിൽ നേരിയ പ്രത്യാഘാതം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂവെന്നും അരവിന്ദ് സിംഗ് സാന്നി പറയുന്നുണ്ട്. ഇന്റർനാഷണൽ എനർജി ഏജൻസിയായ കെപ്ലറിന്റെ കണക്കനുസരിച്ച് ഡിസംബറിൽ റഷ്യ പ്രതിദിനം 4.6 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്തിരുന്നു. ഇതിൽ പ്രതിദിനം ഏകദേശം 1.5 ദശലക്ഷം ബാരൽ ഇന്ത്യയിലേക്ക് വന്നതായും കണക്കുകൾ പറയുന്നുണ്ട്.